ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം അതിരാവിലെ ഏതാണ്ട് 5 മണിക്ക് ഒരു മിലിറ്ററി ക്യാമ്പിൻ്റെ ഭാഗത്തുകൂടി പോകുമ്പോൾ ഒന്നും രണ്ടുമല്ല 100 കണക്കിന് യുവാക്കൾ അവിടെ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. ഉത്തരേന്ത്യയിൽ ഇത് തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ ഈ തണുപ്പ് ഒന്നും വകവയ്ക്കാതെ 100 കണക്കിന് യുവാക്കൾ ഒരുപക്ഷെ 10 മണിയാകുമ്പോഴായിരിക്കും അവരുടെ ഇൻ്റർവ്യൂ നടക്കുന്നത്. എന്നാൽ 4 മണി കഴിഞ്ഞപ്പോഴേ അവിടേക്ക് യുവാക്കൾ എത്തിക്കഴിഞ്ഞു. നീണ്ട നിര. അവർ അവിടെ ലൈനായി കാത്തിരിക്കുകയാണ്. 10, 20, 50, 100 അല്ല, 100 കണക്കിന് യുവാക്കൾ ഓരോ ദിവസവും പല ഭാഗത്തു നിന്നുള്ള ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് അവർ ഭാരത സേനയിൽ അംഗങ്ങളാകുവാൻ, അതിൻ്റെ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുവാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവർ ഭാരതത്തെ സേവിക്കുവാൻ തയ്യാറാണ്. നമ്മൾ പറയും അവരൊരു ജോലിക്ക് വേണ്ടി വന്നതാണ്. എന്നാൽ അവർ അങ്ങനെ ഒന്നും അറിയാതെ വന്നതല്ല. അവർക്കറിയാം ശരീരഭാരം എത്രയായിരിക്കണം, എത്ര മിനിറ്റിൽ എത്ര ദൂരം ഓടിത്തീർക്കണം, ശാരീരിക ക്ഷമതയുടെ യോഗ്യതകൾ, മറ്റ് പരീക്ഷകൾ, ഏതൊക്കെ പരീക്ഷകൾക്കാണ് തയ്യാറെടുപ്പ് നടത്തേണ്ടത് എന്നൊക്കെ അറിഞ്ഞ് മാസങ്ങളോ വർഷങ്ങളോ തയ്യാറെടുപ്പ് നടത്തിയവരാണ് ഈ 100 കണക്കിന് യുവാക്കൾ. അതിരാവിലെ 4 മണിക്ക് അവർ ഇന്നലെ എത്തി. അവിടെ നിന്നും അതിരാവിലെ എത്തിയിരിക്കുകയാണ്. 5 മണിക്കൂർ കഴിഞ്ഞ് ഇവരുടെ പ്രവേശന കവാടം തുറക്കുമ്പോൾ അകത്ത് ചെല്ലുവാൻ. അവർ ഭാരതത്തിന് വേണ്ടി, ദേശത്തിന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ തയ്യാറാണ്. സേനയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ചില ഉത്തരവാദിത്തങ്ങളാണുള്ളത്. ഒന്ന്, സമാധാന സമയത്ത് പല കാര്യങ്ങൾക്ക് വേണ്ടി അവരെ ഉപയോഗിക്കാറുണ്ട്. എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ രാജ്യത്തിനകത്തുണ്ടായാൽ ഇവർ കടന്നു പോകാറുണ്ട്. വെള്ളപ്പൊക്കം പോലെയുള്ള സമയങ്ങളിൽ ഇവരുടെ സഹായം ലഭിക്കാറുണ്ട്. ഇലക്ഷൻ്റെ സമയത്ത് സമാധാനപരമായി ഇലക്ഷൻ നടക്കുവാൻ, തിരഞ്ഞെടുപ്പ് നടത്തുവാൻ ഇവരെ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം ഇവരെ സംബന്ധിച്ചുള്ളത്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇവരുടെ ഉത്തരവാദിത്തം ആണെങ്കിലും ഒരു യുദ്ധം നടന്നാൽ ഈ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് അവർ യുദ്ധരംഗത്തേക്ക് കുതിക്കും. ഈ തിരഞ്ഞെടുക്കപ്പെടുവാൻ വേണ്ടി പോകുന്ന യൗവനക്കാർക്ക് അറിയാം ഇവർ യുദ്ധത്തിന് വേണ്ടി തയ്യാറാകുകയാണ്. അത്തരമൊരു സാഹചര്യം വന്നാൽ അത് കാർഗിൽ മലമുകളിലാണെങ്കിലും, ആസാമിലെ കൊടും കാടുകളാണെങ്കിലും, രാജസ്ഥാനിലെ മരുഭൂമിയാണെങ്കിലും, അവർ ബംഗാൾ ഉൾക്കടൽ ആണെങ്കിലും, എവിടെയാണെങ്കിലും അവരുടെ സേനാധിപൻ എവിടേക്ക് പോകുവാൻ പറയുന്നുവോ ഒരു ചോദ്യം പോലും, ഒരിക്കൽ പോലും തിരിച്ചു ചോദിക്കാതെ അവർ പോകുവാൻ തയ്യാറാണ്. 2 ദിവസം അതിരാവിലെ ആ ഭാഗത്തൂടെ വരുമ്പോൾ ഏതാണ്ട് 5 മണിക്ക് ആ ഭാഗം പിന്നിടുമ്പോൾ 2 ദിവസവും അവിടെ ഈ കൂട്ടരെ കണ്ടു. മനസ്സിൽ വന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഭാരതത്തിൻ്റെ സേനയിൽ ചേരുവാൻ ആയിരക്കണക്കിന് യുവാക്കൾ ഭാരതത്തിൻ്റെ വിവിധ മിലിറ്ററി ക്യാമ്പുകളിൽ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി എത്തുവാൻ തയ്യാറാകുമ്പോൾ 2000 വർഷങ്ങൾക്ക് മുൻപ് ഉയർത്തെഴുന്നേറ്റപ്പെട്ടവനായ യേശുക്രിസ്തു
മരണത്തെ തോൽപ്പിച്ച് സാത്താന്യ സൈന്യത്തെ മുഴുവൻ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റവനായ യേശു നൽകിയ ഒരേ ഒരു ആജ്ഞ. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സുവിശേഷം പ്രസംഗിച്ച് സകല ജാതികളെയും ശിഷ്യരാക്കുക. ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശു നൽകിയ ഒരേ ഒരു കമാൻഡ്, ആജ്ഞ ഇതാണ്. മിലിറ്ററിയിൽ ഒരു കമാൻഡ് കിട്ടിയാൽ പിന്നെ ചോദ്യമില്ല, പ്രവർത്തനമാണ്, അത് അനുസരിക്കലാണ്. നമ്മൾ അനുസരിക്കുന്നുണ്ടോ? ഭാരത സേനയിൽ ചേരുവാൻ ആയിരക്കണക്കിന് യൗവനക്കാർ. സുവിശേഷീകരണം എന്ന ദൗത്യം പൂർത്തിയാക്കുവാൻ കർത്താവിൻ്റെ സ്നേഹ സേനയിൽ ചേരുവാൻ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? 1000 സഭകളിൽ നിന്നും ഒരാളെങ്കിലും അതിന് തയ്യാറാണോ? അതെ, പലരുമുണ്ട്. എന്താണ് അവർ ചെയ്യുന്നത്? അവർ പള്ളിക്കുള്ളിൽ കീബോർഡ് വായിക്കുന്നുണ്ടായിരിക്കും. പള്ളിയിലെ യുവജന മീറ്റിങ്ങിൽ അവർ ഒരു എക്സോർട്ടേഷൻ, ഒരു ചെറിയ പ്രസംഗം, ലഘു പ്രസംഗം നടത്തുന്നുണ്ടായിരിക്കും. അവർ എവിടെയെങ്കിലും ഒരാഴ്ചത്തേക്ക് പോയി ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തിയിട്ടുണ്ടായിരിക്കും, കമ്പിളി വിതരണം ചെയ്തിട്ടുണ്ടായിരിക്കും. അവർ ഏതെങ്കിലും രാജ്യത്ത് ഭക്ഷണപ്പൊതികൾ നൽകിയിട്ടുണ്ടായിരിക്കും. പാവപ്പെട്ടവരെ എവിടെയെങ്കിലും ഒരു വീട് വെച്ചോ സൈക്കിൾ മേടിച്ചു കൊടുത്തോ സഹായിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ അതിനെപ്പറ്റിയല്ല പറയുന്നത്. അതൊക്കെ നല്ല കാര്യമാണ്, നല്ല കാര്യം. എന്നാൽ ഈ ഭാരത സേനയിൽ ചേരുന്നവർ വീട്ടിലിരുന്ന് എന്തെങ്കിലും കാര്യം ചെയ്യുവാൻ വേണ്ടി അല്ല തയ്യാറാകുന്നത്. അവർ ഭാരതത്തിൻ്റെ ബോർഡേഴ്സിലേക്ക് പോകുവാൻ തയ്യാറാകുകയാണ്. ശത്രുവിനെ നേരിടുവാൻ തയ്യാറാകുകയാണ്. രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറാകുകയാണ്. കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചത്, നീ കൃഷി ചെയ്തുകൊണ്ട് ഒരല്പം സുവിശേഷം കൂടെ ചെയ്തോ കേട്ടോ. സ്കൂൾ നടത്തിക്കൊണ്ട് ഒരല്പം സുവിശേഷം കൂടെ ചെയ്തു. നോ, അതൊക്കെ ആവശ്യമാണ്, അതൊക്കെ നല്ലതാണ്. എന്നാൽ സുവിശേഷത്തിന് വേണ്ടി മുഴുവൻ സമയവും മാറ്റിവെക്കുന്ന യൗവനക്കാർ അപ്രത്യക്ഷമായിപ്പോയി. എത്ര വലിയ സങ്കടമാണ്. അതിന് കാരണം ഞാനാണ്, ദൈവദാസനായ ഞാൻ, എന്നെപ്പോലെയുള്ളവർ. എൻ്റെ സഭയിൽ ഞാൻ ഒരിക്കൽ പോലും സുവിശേഷ വേലയെപ്പറ്റി പ്രസംഗിക്കുന്നില്ല. അതിന് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. സുവിശേഷീകരണവുമായി ബന്ധപ്പെട്ട ഒരു വാക്യം പോലും കുറിവാക്യമായി എടുത്ത് ഞാൻ പ്രസംഗിക്കുന്നില്ല. അത് കാണിച്ചു കൊടുക്കുന്നില്ല. എനിക്കൊരു മിഷൻ യാത്രയില്ല. ഞാൻ പോകുന്നത് വിദേശത്തേക്കാണെങ്കിൽ എൻ്റെ സഭക്കാരും വിദേശത്തേക്ക് പോകും. ഞാൻ പറയുന്നത്, ഞാൻ പഠിപ്പിക്കുന്നത് ലോകത്തിലെ വലിയ കമ്പനികളെ പറ്റിയാണെങ്കിൽ, ഞാൻ നൽകുന്ന സ്വപ്നങ്ങൾ ഏതെങ്കിലും സമ്പദ് വ്യവസ്ഥ വളരെ മെച്ചമായ ഒരു രാജ്യത്തെ പറ്റിയാണെങ്കിൽ, ആ സ്വപ്നം പേറി എൻ്റെ സഭയിലെ യൗവനക്കാർ, ആ സ്വപ്നമായിരിക്കും അവരുടെ മനസ്സിലെയും സ്വപ്നം. എന്തുകൊണ്ടാണിന്ന് സുവിശേഷകരുടെ മക്കൾ സുവിശേഷകരാകാത്തത്? എന്തുകൊണ്ടാണിന്ന് വിദ്യാഭ്യാസമുള്ളവരുടെ മക്കൾ സുവിശേഷ വേല തിരഞ്ഞെടുക്കാത്തത്? എന്തുകൊണ്ടാണിന്ന് യൗവനക്കാർ ഭാരതത്തിൽ നിൽക്കാത്തത്, സുവിശേഷ വേലയ്ക്ക് തയ്യാറാകാത്തത്? ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം, നമ്മൾ ഇവരെ പഠിപ്പിക്കുന്നില്ല. സഭകളിൽ മിഷനറിമാരെ പരിചയപ്പെടുത്തുന്നില്ല. വില്യം കേറി ആരാണെന്ന് യൂത്ത് ക്യാമ്പുകളിൽ ചോദിക്കുമ്പോൾ ആർക്കും അറിയില്ല. ഒരു ചോദ്യം ഞാൻ ചോദിക്കാറുണ്ട്, ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഡാൻസർ ആരായിരുന്നു? എല്ലാവരും, അനേകർ ഒരുമിച്ച് ആ പേര് പറയും. അവർക്ക് ആ വ്യക്തിയെ അറിയാം. സഭയുടെ യൂത്ത് ക്യാമ്പിലെ കാര്യമാണ് ഈ പറയുന്നത്. അവർക്ക് നല്ല ഡാൻസറെ അറിയാം. പക്ഷേ ആ മനുഷ്യൻ മയക്കുമരുന്ന് കഴിച്ച്
തൻ്റെ പ്രായത്തിൻ്റെ പകുതിയിൽ വെച്ച് ലോകം വിട്ടു പോകുവാനൊരുങ്ങുമ്പോഴും തൻ്റെ വയറിലുണ്ടായിരുന്നത് ഭക്ഷണത്തിൻ്റെ അംശമല്ല, മയക്കുമരുന്നിൻ്റെ അംശമാണ്. ആ മനുഷ്യനെ ഇവർക്കറിയാം. വില്യം കേറി അറിയില്ല, കുക്ക് സാഹിബിനെ അറിയില്ല, ബെഞ്ചമിൻ ബെയ്ലി അറിയില്ല, അദ്ദേഹമാണ് മലയാളം ബൈബിൾ നൽകിയതെന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ 2 മക്കൾ പാമ്പ് കടിയേറ്റ് കോട്ടയത്ത് മരിച്ച വിവരം നമ്മുടെ കുഞ്ഞുങ്ങൾക്കറിയില്ല, നമുക്കറിയില്ല. പിന്നെയല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾ. എന്ത് സ്വപ്നമാണ് നമ്മൾ നൽകുന്നത് നമ്മുടെ സഭയ്ക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്? ഇതാ ഇവിടെ 1000 യൗവനക്കാർ ഭാരതത്തിൻ്റെ സേനയിൽ ചേരാൻ, യേശുവിൻ്റെ സേനയിൽ ചേരാൻ ആരുമില്ല. ആരെങ്കിലും ഉണ്ടോ? എന്താ അതുണ്ടാകാത്തതിൻ്റെ കാരണം? എനിക്ക് വേണ്ടത് പണമാണ്, പണം. എനിക്ക് വേണ്ടത് ബംഗ്ലാവാണ്, ബംഗ്ലാവ്. എനിക്ക് വേണ്ടത് പേരാണ്. എനിക്ക് വേണ്ടത് എൻ്റെ മകൻ ആ സിറ്റിയിൽ വലിയ ജോലിയിലാണ്, അത് പറയാനാണ് എനിക്കിഷ്ടം. എൻ്റെ മകൻ, എൻ്റെ സഭയിലെ ചെറുപ്പക്കാരൻ ഒരു സുവിശേഷ വേലയ്ക്ക് പോയി എന്ന് പറയാൻ എനിക്കിഷ്ടമില്ല. അവൻ പ്രീ ഡിഗ്രി തോറ്റവനാണെങ്കിൽ, അവൻ 12ാം ക്ലാസ് തോറ്റവനാണെങ്കിൽ, അവൻ എന്തെങ്കിലും കാര്യമായി അസുഖമുണ്ടെങ്കിൽ വേണമെങ്കിൽ നോക്കാം. കാരണം അസുഖം മാറിയാൽ ഇങ്ങ് തിരിച്ചു വിളിക്കാമല്ലോ. ഇത് വെറുതെ പറയുന്നതാണോ, അതോ ഇതൊക്കെയാണോ സത്യം? ഒരു ഗ്രാജുവേഷന് ഫസ്റ്റ് ക്ലാസ് കിട്ടിയ, പോസ്റ്റ് ഗ്രാജുവേഷന് ഒരു നല്ല മാർക്ക് വാങ്ങി പാസ്സായ, ഒരു പ്രൊഫഷണൽ ഡിഗ്രിയുള്ള, ഒരു ജോലി കിട്ടാൻ സാധ്യതയുള്ള എത്ര പേര് സുവിശേഷ വേലയിലുണ്ട്? എത്ര പേര് സുവിശേഷം അറിഞ്ഞിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോകുവാൻ തയ്യാറായിട്ടുണ്ട്? ഞാനിവിടെ 7 വർഷം ഉണ്ടായിരുന്നല്ലോ, നല്ല സഭയിൽ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് ഞാനിവിടെ ജീവിച്ചല്ലോ. ഇനി അടുത്തൊരു 3 വർഷം സുവിശേഷം അറിയാത്ത ഒരു സ്ഥലത്തേക്ക് ഞാനിന്ന് പോകട്ടെ എന്ന് ചിന്തിക്കുന്ന എത്ര ദൈവദാസന്മാരുണ്ട്? തങ്ങളുടെ മക്കളെ സുവിശേഷ വേലയ്ക്ക് പ്രോത്സാഹിപ്പിക്കുന്ന എത്ര വ്യക്തികളുണ്ട്? ഒരു മോൻ എൻ്റെ അടുക്കൽ വന്നൊരു യൂത്ത് ക്യാമ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അങ്കിളെ, ഞാൻ ഒരു മിഷനറി ഡോക്ടർ ആകുക എന്നുള്ളതായിരുന്നു എൻ്റെ അമ്മയുടെയും അപ്പൻ്റെയും പ്രാർത്ഥന. അങ്ങനെ ഞാൻ MBBS അഡ്മിഷൻ ലഭിച്ചു, ഞാനൊരു ഡോക്ടറായി. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, മിഷനറി ഡോക്ടർ. ഇപ്പോൾ അവർ പറയുകയാണ്, നോ 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 നോ, നീ അങ്ങനെയൊന്നും ഇപ്പോൾ ചിന്തിക്കരുത്. എന്നോട് മോൻ പറഞ്ഞു, അങ്കിളിനെ പറ്റി എൻ്റെ അമ്മ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടിയാണ് വളരെ ദൂരം സഞ്ചരിച്ച് ഇവിടെ ഈ ക്യാമ്പിന് വന്നത്. എൻ്റെ അമ്മ എന്നോട് എപ്പോഴും പറയുമായിരുന്നു, നീയും ഒരു മിഷനറി ആകണം, നീ ഒരു മിഷനറി ഡോക്ടറാകണം. ഞാൻ ഡോക്ടറായി. പക്ഷേ ഇപ്പോൾ എൻ്റെ അമ്മ പറയുക, നീ മിഷനറി ഡോക്ടറാകണ്ട. അമ്മയ്ക്കും വേണ്ടത് പേര്. അമ്മയ്ക്ക് മോനെ കൊല്ലാൻ മനസ്സില്ല. യേശു പറഞ്ഞു, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്താൽ പിന്നെ ഒരൊറ്റ കാര്യമേ നടക്കാനുള്ളൂ, അത് മരണമാണ്. തയ്യാറാണോ? നമ്മുടെ രാജ്യം യേശുവിനെ അറിയണ്ടേ? ഉത്തരഭാരതം യേശുവിനെ അറിയണ്ടേ? അതിനുവേണ്ടി നമുക്കുള്ള ഒരു ജീവിതം, ഒരൊറ്റ ജീവിതമേ ഉള്ളൂ, അത് കൊടുക്കാൻ തയ്യാറാണോ? ഇതാ ഭാരത സേനയിൽ ചേരുവാൻ ആയിരക്കണക്കിന് യൗവനക്കാർ, അതിനവർ തയ്യാറാണ്. അതവരുടെ അഭിമാനമാണ്. രാജ്യത്തെ സേവിക്കുക എന്നത് അവരുടെ അഭിമാനമാണ്. സ്വർഗരാജ്യത്തെ സേവിക്കുക എന്നത് നമ്മുടെ അഭിമാനമാണോ? ഞങ്ങൾ സേവിച്ചോളാം ഞങ്ങളുടെ പള്ളിക്കകത്ത്. നോ 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 പള്ളിക്കകത്ത് ഇത് ട്രെയിനിങ് സെൻ്ററാണ്, അത് ക്യാമ്പ്. എബ്രായർ 13:13 യേശു വിളിക്കുന്നത് പാളയത്തിനകത്തല്ല, പാളയത്തിന് പുറത്തേക്ക് പോയി കഷ്ടമനുഭവിക്കുക. മിലിറ്ററിയിൽ ഒരാൾ ചേർന്നാൽ അവൻ്റെ ട്രെയിനിങ് ക്യാമ്പിനകത്ത് നടക്കും. അവൻ നല്ല 1ാം തരം പൈലറ്റായി പുറത്തു വരും വ്യോമസേനയിൽ, ട്രെയിനിങ് സെൻറ്ററിൽ.
പക്ഷെ അവനെ വിടുന്നത് ആ വ്യോമസേന ക്യാമ്പിനകത്തേക്കല്ല, അതിന് പുറത്തേക്കാണ്. ഈ ഉദാഹരണങ്ങളൊക്കെ പോരെ നമുക്ക്? എന്ന് നമ്മൾ ഈ പാളയത്തിന് പുറത്തേക്ക് പോകും? അങ്ങനെ പോകാത്തത് കൊണ്ടല്ലേ എൻ്റെ രാജ്യം യേശുവിനെ അറിയാത്തത്? അതറിയിക്കുക എന്നത് നമ്മുടെ ഓരോ സഭകളുടെയും ഉത്തരവാദിത്തമല്ലേ? അതല്ലേ നമ്മുടെ വിളി? അതല്ലേ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്? അതല്ലേ യേശു നമുക്ക് കാണിച്ചു തന്ന മാർഗം? അതല്ലേ മിഷണറിമാരുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്? അതല്ലേ അപ്പോസ്തലന്മാർ കാണിച്ച മാതൃക? നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി തലയിൽ തുണിയിടുമ്പോൾ അത് എത്രമാത്രം മൂടിയിരിക്കണം? മുഴുവൻ മൂടണോ? പകുതി മൂടണോ? വെള്ളത്തുണി ആയിരിക്കണമോ? വെള്ളയിൽ ഒരു കറുപ്പ് കാണാമോ? അത് പ്രിൻ്റ് ചെയ്ത തുണിയാകാമോ? ഇതിനെപ്പറ്റിയൊക്കെ വലിയ ഡിസ്കഷൻസ് നമ്മൾ നടത്താറുണ്ട്. ഒരിക്കൽ പോലും യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത കോടിക്കണക്കിന് ആളുകൾ കാത്തിരിക്കുമ്പോൾ അവിടേക്ക് പോകുവാൻ ആരെങ്കിലും ഉണ്ടോ? റിക്രൂട്ട്മെൻറ്റ് നടക്കുകയാണ്. ആ റിക്രൂട്ട്മെൻറ്റിൻ്റെ ക്യാമ്പ് ശൂന്യമാണ്. ആരുമില്ല. തയ്യാറാണോ നമ്മൾ പോകാൻ, അയക്കാൻ? ഗോഡ് ബ്ലസ് യു.